ആരാണല്ലേ ആ പഴയ മലയാള സിനിമയുടെ കാലഘട്ടമൊക്കെ ഓർത്തെടുക്കാത്തത്? ഇപ്പോഴും എല്ലാവരും തിരയുന്ന കുറേയധികം മുഖങ്ങളുമുണ്ട്. എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന മുഖങ്ങൾ. അതൊന്നും ഒരിക്കലും ആയില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മിച്ചു വെക്കാൻ പറ്റുന്ന സിനിമകളായിരുന്നു മലയാളത്തിൽ ഒരു സമയത്തുണ്ടായിരുന്നത്. അതിൽ മോഹൻലാൽ ചിത്രങ്ങളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ഇന്നും ലാലേട്ടനെ നെഞ്ചിലേറ്റുന്ന മലയാളികൾക്ക് ലാലേട്ടന്റെ ആ സിനിമയിലെ ഡയലോഗുകളും വസ്ത്രധാരണവും ഡാൻസും പാട്ടും ഒന്നും മറക്കാനിടയില്ല. വല്ലാത്തൊരു മാസ്മരികത തന്നെയാണ് മോഹൻലാൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്ക് അന്നുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിത്രം കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകനും അറിയാതെ ആ സംഭാഷണങ്ങളൊക്കെ ഒന്ന് ഉരുവിട്ടു പോകും. പലതുമുണ്ട് മലയാളികൾ അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞ മോഹൻലാൽ ഡയലോഗുകൾ. ഇക്കൂട്ടത്തിൽ ഡയലോഗുകൾ മാത്രമല്ല കേട്ടോ, താരത്തിന്റെ അഭിനയവും നൃത്തവും എല്ലാം അനുകരിക്കുന്നവർ ഒരുപാടുണ്ട്. എന്തിനു പറയുന്നു, ഇന്നത്തെ ന്യൂജൻ പിള്ളേര് വരെ അത് അനുകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആറാം തമ്പുരാൻ പോലുള്ള സിനിമയെക്കുറിച്ച് ഇന്നും നെഞ്ചിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട സിനിമയാണ് ആറാം തമ്പുരാൻ. മോഹൻലാലിന്റെ ഓരോ ആരാധകനും ആറാം തമ്പുരാൻ സിനിമയിലെ ഡയലോഗുകളും മറക്കില്ല. കണിമംഗലം ജഗന്നാഥനായി ലാലേട്ടനും ഉണ്ണിമായയായി മഞ്ജു വാര്യരും ഒന്നിനൊന്ന് തകർത്തഭിനയിച്ച ഷാജി കൈലാസ് ചിത്രമാണ് ആറാം തമ്പുരാൻ. എക്കാലത്തെ മികച്ച സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്ന്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം 1997 പുറത്തിറങ്ങിയത്. എന്നാൽ ചിത്രം റിലീസ് ചെയ്ത 28 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും എന്നും മലയാളികളുടെ ഇഷ്ട സിനിമകളിൽ ഒന്നാണ് ആറാം തമ്പുരാൻ. ബോക്സ് ഓഫീസിലും വലിയ ഹിറ്റായിരുന്നു ആറാം തമ്പുരാൻ. ചിത്രത്തിലെ ഗാനങ്ങളും വൻ ഹിറ്റായിരുന്നു. മോഹൻലാൽ മഞ്ജു വാര്യർ കോമ്പിനേഷൻ ആരാധകർ ഏറ്റെടുത്തിരുന്നു. വലിയ താരനിര തന്നെയായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ അത് കണ്ണുപൊട്ടനായിരിക്കണം. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നു കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആഗ്രഹമറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഊരുതെണ്ടിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ട്? സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച ദർബാർ രാഗത്തിൽ ഒരു കീർത്തനം പാടി. ശംഭോ മഹാദേവ. ഇതൊക്കെ ഈ ആറാം തമ്പുരാനിലെ ഡയലോഗുകളാണ്. എന്നാൽ ഈ ചിത്രത്തിലുമുണ്ട് കേട്ടോ രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങൾ ഇന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ അതിൽ ചില രഹസ്യങ്ങൾ പുറത്തു വരികയാണ്. ഈ ചിത്രത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഊർവശിയും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള രസകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആറാം തമ്പുരാൻ തിയേറ്ററിലും പിന്നീട് ടെലിവിഷനിലും എത്തിയപ്പോഴൊന്നും ഊർവശി ആരും കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ മലയാളികൾ ഇപ്പോഴിതാ ഊർവശിയെ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഊർവശിയുടേതായി നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നൊരിടവേള എടുത്തിരുന്നെങ്കിലും വൻ തിരിച്ചുവരവാണ് താരം നടത്തിയത്. ഇപ്പോഴിതാ ഉർവശി തന്നെ പറയുകയാണ്, മോഹൻലാലും മഞ്ജു വാര്യരും മത്സരിച്ച് അഭിനയിച്ച ആറാം തമ്പുരാനിൽ ഒരു ഗാനരംഗത്ത് തന്റെ കണ്ണുകളുണ്ടെന്ന്. എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് മാത്രമാണ് ഇക്കാര്യം അറിയുകയുണ്ടായിരുന്നുള്ളൂ. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് അവതാരകൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഊർവശി തന്നെ ആ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു താനെന്ന് പറഞ്ഞത്. ഹരിമുരളീരവം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഒരു സീക്വൻസിലാണ് ഊർവശി പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവർക്കും അറിയാം, കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു രാജകുമാരി ഓടി മറയുന്നതും ലാലേട്ടൻ ആ നായികയുടെ പുറകെ ഓടുന്നതുമാണ് ഈ ഗാനത്തിലുള്ളത്. ഇപ്പോൾ ആരാധകർ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ കണ്ണുകൾ ഊർവശിയുടേതാണെന്ന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.